അപ്പൊ എന്തായി അപ്പോളെ പറഞ്ഞാണ് ഇന്ന് കളി മാറും കഥ മാറും. അപ്പൊ നിങ്ങൾക്ക് ഒരു ആക്കലായിരുന്നു ഓറഞ്ച് ജ്യൂസ് അടിച്ചു വേറെ ജ്യൂസ് അടിച്ചത്. ഞങ്ങള് ബൗളിങ്ങിനൊന്നും ഒരു പ്രശ്നമില്ലെന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു എങ്ങനെയൊക്കെയൊന്നുമല്ല, എല്ലാരും ഉഷാറായി എറിഞ്ഞ് 165 നിങ്ങളാണ്ട് പൂട്ടിയല്ലോ. ഞങ്ങള് പതിവ് പോലെ 200 റണ്ണിന്റെ മേലെ. അത് നിങ്ങൾക്ക് ഒരു 300 പറഞ്ഞ് കളിയാക്കണം. 300 പോക്കായിരുന്നു. ട്രാവിസിന്റെ അഭിഷേകം കൂടി അടിച്ചപ്പോ 300 അല്ല 350 തന്നെ വന്നീനെ. എന്തോ ഭാഗ്യത്തിന് എന്താണ് ഒന്നുമില്ല, എന്തോ ഭാഗത്ത് 4 വിക്കറ്റ് 2 വിക്കറ്റുകൾ ആയിക്കോട്ടെ. മറ്റേ 2 പറഞ്ഞപ്പോഴാണ് മറ്റേ നിങ്ങളെ വലിയ ബൗളർക്ക് 2 ഓവർ കൊടുത്തിട്ട് അത് മോശമില്ല. അപ്പൊ എന്തിനാ അവന് കൽപ്പിച്ചത്? അങ്ങനെ കൊറേ കാലമായല്ലോ ഈ കോളത്തിലായിട്ട്. വേൾഡ് കപ്പിൽ തന്നെ തീർന്ന അവസ്ഥ. നല്ല കളിക്കാരനല്ലേ, അപ്പൊ അങ്ങനെ അവസരം കൊടുത്തു നോക്കണേ. ഫുള്ളാണ്ട് കേട്ടിട്ട് ഇനിയിപ്പോ അടുത്തല്ല ഇറക്കൂലേക്കാണോ അല്ലേ? അതിപ്പോ അറിയില്ല. അതാണ് മൊത്തത്തില്. പിന്നെ വേറെ എന്താ പറഞ്ഞ രഹാനെ ക്ലാസ് അടി അങ്ങനെ എന്തൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ. അതും പാളി. നിങ്ങൾക്ക് ഒക്കെ പാളിയിരിക്കണം. നിങ്ങളെ കൊണ്ട് കെജൂലാന്നാണ് തെളിഞ്ഞില്ലേ അല്ലേ? ഞങ്ങൾ പിന്നെ എന്ത് മാറ്റം വരും, മാറ്റം വരും. നിങ്ങളെ ബൗളിംഗ് ഒന്നും 5 അയക്കില്ല. നിങ്ങൾ വലിയ കൊട്ടക്കണക്കിന് കായിട്ട് പോയതല്ലോ. ഞങ്ങൾ പരിക്കേക്കാണ്ട് ഞങ്ങളെ ബോളിംഗ് മോശമാണ് ഞങ്ങൾക്ക് അറിയാം. എന്നിട്ട് പിന്നെ കൊടുന്ന ആൾക്കാരെ എങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ റീപ്ലേസ്മെന്റ് അതിനനുസരിച്ചുള്ള കൊണ്ടുവരണോ? അതല്ല ഓക്ഷൊക്കെ കഴിഞ്ഞ ശേഷം പരിക്കൊക്കെ അറിയണ്ടേ, പറ്റുന്നവരെ കൊണ്ടുവരണോ? ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ എടുത്തു. നല്ല അവൻ തെളിയിച്ചില്ലേ മുസറബാനി തെളിയിച്ച കോലാണ് ഇപ്പൊ കാണുന്നത്. കളി തോറ്റ് 200 റണ്ണും മറ്റൊരടിച്ച് 150 ഓൾ ഔട്ട് അടിച്ച് മുസറബാനി തെളിയിച്ചെന്ന് അറിയാറില്ല. ഞങ്ങൾ ചെക്കന്മാരെ കമിൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് കമിൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാർഷൽ പട്ടേലിനെ അടക്കം ഇറക്കിയിട്ടില്ല. അങ്ങനെ നോക്കാം. എന്നിട്ടാണ് നിതീഷ് കുമാർ റെഡ്ഡി ബൗണ്ടറി 1-2 റൗണ്ട് വിട്ടപ്പോ നിങ്ങൾക്ക് ഭയങ്കര കളിയാക്കിയത് എറിഞ്ഞാണ്ടാണ് ശരിയാക്കി തന്നു പോലെ. വരുന്നവരൊക്കെ ഇങ്ങനെ വിക്കറ്റ് എടുത്തിട്ട് എല്ലാരും കൂടി അങ്ങനെയാണ് ക്ലിക്കായി. അത്രല്ല ക്ലിക്കായത് എന്തോ ഭാഗ്യ. അഭിഷേക് ശർമ്മ ക്ലിക്കായത് എന്തോ ഭാഗ്യ. 300 അടിച്ചില്ലല്ലോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ മക്കളെ. നിങ്ങൾ വലിയ അടിക്കാരെ 165 ഞങ്ങൾ കൂട്ടിക്കണമെങ്കിൽ കമിൻസും കൂടി വന്നു കഴിഞ്ഞാല് ഈ ടീമിനെ തൊടാൻ ഒരു മനുഷ്യന്മാരെ കൊണ്ടും പറ്റൂല.